ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത ശബരിമല തീർത്ഥാടകരുടെ ബസ് 100 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 20-ലേറെ പേർക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായത് ഇന്നലെയാണ്. ഗൂഗിൾ മാപ്പ് എന്ന വില്ലൻ ഉണ്ടാക്കിയ അപകടങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഇന്ത്യയിൽ മാത്രം നിരവധി പേർക്കാണ് പല അപകടങ്ങളിലായി ജീവൻ നഷ്ടമായത്. ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുന്നത് സഹായകരമാകുന്നത് പോലെ തന്നെ വില്ലനാകുന്നു എന്നുമാണ് ഇത്തരം സംഭവങ്ങൾ പറയുന്നത്. ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയ ചില അപകടങ്ങളും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. 2024 നവംബറിൽ ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുണ്ടായ 3 പേരുടെ ജീവനെടുത്ത അപകടമാണ് ഗൂഗിൾ മാപ്പിൻ്റെ ചതിയുടെ പേരിൽ രാജ്യമാകെ ചർച്ചയായ ഒരു സംഭവം. മാപ്പ് നോക്കി കാറോടിച്ചു പോകവേ രാംഗംഗ നദിയിലേക്ക് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൽ നിന്ന് താഴേക്ക് വീണുണ്ടായ അപകടത്തിലാണ് 3 യുവാക്കൾ കൊല്ലപ്പെട്ടത്. ബദൌണിലെ ഡാറ്റാഗഞ്ചിൽ നിന്ന് ഫരീദ്പൂരിലേക്ക് പോവുകയായിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. അമിത് കുമാർ, സഹോദരൻ വിവേക് കുമാർ, സുഹൃത്ത് കൗശൽ എന്നിവരാണ് അന്ന് അപകടത്തിൽ മരിച്ചത്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന 3 പേരും അപകടം നടന്ന ഉടനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൻ്റെ റൂട്ട് ഗൂഗിൾ മാപ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ പകുതിയോളം മാത്രമാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരുന്നത്. ഇതറിയാതെ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന യുവാക്കളുടെ കാർ പാലത്തിൽ നിന്ന് നദിയിലേക്ക് വീണാണ് അപകടം ഉണ്ടായത്. കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് 2 നാടക നടിമാർ മരിച്ച സംഭവം ഉണ്ടായത് 2024 നവംബറിൽ തന്നെയായിരുന്നു. കേളകം മലയാമ്പടിയിലുണ്ടായ അപകടത്തിൽ 2 പേർ മരിക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 7 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഡ്രൈവർ ഗൂഗിൾ മാപ്പ് നോക്കി മിനി ബസ് ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് കേളകം പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ അന്ന് പറഞ്ഞിരുന്നത്. ചെറുവാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന ചെറിയ റോഡിലേക്ക് മിനി ബസ് എത്തുകയും താഴ്ചയിലെ റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയുമായിരുന്നു. കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസി മോഹൻ എന്നിവരാണ് അന്ന് മരിച്ചത്. പോയ വർഷം സെപ്റ്റംബറിൽ കോട്ടയത്ത് കാർ തോട്ടിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചതിലേക്ക് എത്തിയ അപകടത്തിലും വില്ലന്റെ സ്ഥാനത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ സ്ഥിരതാമസമാക്കിയ കൊട്ടാരക്കര സ്വദേശി ജെയിംസ് ജോർജ്, മഹാരാഷ്ട്ര സ്വദേശിനിയായ സൈലി രാജേന്ദ്ര സർജെ എന്നിവരാണ് അന്ന് അപകടത്തിൽ മരിച്ചത്. ഇത്തരം നിരവധി സംഭവങ്ങളാണ് നമുക്ക് ചുറ്റുമുണ്ടായത്, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രം മരണം സംഭവിക്കാതെ പോയ ചില അപകടങ്ങളും പോയ വർഷം നമ്മൾ കണ്ടു. ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വർക്കല ക്ഷേത്രം റോഡിലെ പടിക്കെട്ടിലേക്ക് ഇടിച്ചിറക്കിയുണ്ടായ അപകടം അത്തരത്തിലൊന്നായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. നേരത്തെ 3 പേർ മരിച്ചെന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ ബറേലിയിൽ തന്നെ കാർ തോട്ടിലേക്ക് മറിഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട്. 3 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. വാഹനം അപകടത്തിൽപ്പെടുന്നത് നാട്ടുകാർ കണ്ടത് ഇവർക്ക് രക്ഷയായി എന്ന് വേണം പറയാൻ. കാറിലുണ്ടായിരുന്ന 3 പേരെയും ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയതിനാൽ വേറെ അത്യാഹിതം ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രം. ഗൂഗിൾ മാപ്പ് നോക്കി റോഡാണെന്ന ധാരണയിൽ തോട്ടിലൂടെ കാർ ഓടിച്ച സംഭവം ഉണ്ടായത് കാസർഗോഡാണ്. മഴവെള്ളപ്പാച്ചിൽ കാർ ഒഴുകിപ്പോയി. പിന്നാലെ പുലർച്ചെയുണ്ടായ അപകടത്തിൽപ്പെട്ട 2 പേരെയും അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് ഒടുവിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി കാറിൽ യാത്ര ചെയ്ത ബീഹാറി കുടുംബം കർണാടകയിൽ കൊടും വനത്തിൽ കുടുങ്ങിയ സംഭവവും ഈ ഡിസംബറിലുണ്ടായി. കർണാടകയിലെ ബലഗാവിയിലാണ് സംഭവം ഉണ്ടായത്. ഭീംഗഡ വന്യജീവി സങ്കേതത്തിലെ വനത്തിലാണ് കുടുംബത്തിന് ഒരു രാത്രി മുഴുവൻ ഭീതിയോടെ കഴിയേണ്ടി വന്നത്. ഒടുവിൽ ഖനാപൂർ പോലീസിന്റെ സഹായത്തോടെയാണ് ഇവർ വനത്തിന് പുറത്തേക്കെത്തിയത്. മറ്റൊരു സംഭവത്തിൽ തമിഴ്നാട്ടിൽ നിന്നും വൈക്കോൽ കയറ്റി വന്ന ലോറിക്ക് ഗൂഗിൾ മാപ്പിന്റെ വക 8ന്റെ പണി കിട്ടിയ സംഭവവും ഈ അടുത്ത കാലത്തായി ഉണ്ടായി. പാലക്കാട് വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതോടെ പാലക്കാട് എടത്തനാട്ടുകര പൊൻപാറ റോഡിലാണ് മണിക്കൂറുകളോളം ലോറി കുടുങ്ങിക്കിടന്നത്. കുപ്രസിദ്ധ കുറ്റവാളിയെക്കുറിച്ച് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ മാപ്പിനോട് വഴി ചോദിച്ച് പിടികൂടാനിറങ്ങിയ അസം പോലീസ് ഒടുവിൽ നാഗാലാൻഡിൽ എത്തിപ്പെട്ട സംഭവവും ഇതിനിടെ ഉണ്ടായി. എന്നാൽ വഴി തെറ്റിയെന്ന് മാത്രമല്ല, 16 അംഗ പോലീസ് സംഘത്തെ കൊള്ളസംഘമാണ് എന്ന് കരുതിയ നാട്ടുകാർ കയ്യോടെ പിടികൂടി കെട്ടിയിടുകയും ആക്രമിക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒടുവിൽ നാഗാലാൻഡ് പോലീസ് എത്തിയാണ് പോലീസുകാരെ മോചിപ്പിച്ചത്. ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചത് കൊണ്ട് ബംഗളൂരുവിൽ നിന്ന് മുംബൈയിലേക്ക് പോകേണ്ടിയിരുന്ന യുവാവിന് വിമാനം നഷ്ടമായതും ഇതിനിടെ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു സംഭവമാണ്. ആശിഷ് കച്ചോളി എന്ന എക്സ് ഉപഭോക്താവാണ് ഇത്തരമൊരു പരാതി ഉന്നയിച്ചത്. എയർപോർട്ടിലേക്കുള്ള യാത്രാ സമയം കൃത്യമായി കണക്കാക്കുന്നതിൽ ഗൂഗിൾ മാപ്പ് പരാജയപ്പെട്ടുവെന്നും തൽഫലമായി തൻ്റെ ഫ്ലൈറ്റ് മിസ്സായി എന്നുമാണ് ആശിഷ് എക്സിൽ കുറിച്ചത്. ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പിൻ്റെ ചതിയിൽപ്പെട്ട് ജീവൻ നഷ്ടമായതും അപകടം പറ്റിയതും മറ്റും അബദ്ധങ്ങൾ പറ്റിയതുമായ നിരവധി സംഭവങ്ങൾ ഇനിയുമേറെ ഉണ്ടാകാം. അതിനാൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി വേണം. ഒന്നാമതായി, റോഡ് പലപ്പോഴും പോലീസോ മറ്റുള്ളവരും പല കാരണങ്ങൾ കൊണ്ട് വഴി തിരിച്ചുവിടാറുണ്ട്. ഇത് ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ആവണമെന്നില്ല. അതിനാൽ ശ്രദ്ധയോടെ മാത്രം വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം.
അപകട സാധ്യത കൂടിയ മഴക്കാലത്തും രാത്രികാലങ്ങളിലും തീർത്തും അപരിചിതവും വിജനവുമായ റോഡുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ കാര്യം. രാത്രികാലങ്ങളിൽ GPS സിഗ്നൽ നഷ്ടപ്പെട്ട് ചിലപ്പോൾ വഴി തെറ്റാനിടയുണ്ട്. അതിനാൽ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റൂട്ടുകളിൽ നേരത്തെ തന്നെ റൂട്ട് സേവ് ചെയ്തു വെക്കുന്ന രീതി ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ്. വഴി തെറ്റിയാൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മറ്റൊരു വഴിയാകും ഗൂഗിൾ മാപ്പ് എപ്പോഴും നമുക്ക് കാണിച്ചു തരിക. എന്നാൽ ഈ വഴി ചിലപ്പോൾ 4 വീലർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ പോകുന്ന വഴിയാകണമെന്നില്ല. അതിനാൽ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുപോലെ ഒരു സ്ഥലത്തേക്ക് പോകാൻ 2 വഴികൾ ഉണ്ടാകാം. ഈ സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലം ആഡ് സ്റ്റോപ്പായി നൽകിയാൽ വഴി തെറ്റുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അവസാനമായി എന്തെങ്കിലും അത്യാവശ്യം നേരിട്ടാൽ പോലീസിൻ്റെ 100 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 112 എന്ന പോലീസ് കൺട്രോൾ റൂം നമ്പറിലോ വിളിക്കാൻ ഒരു മടിയും കാണിക്കരുത്.